ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ ടിബറ്റൻ പീഠഭൂമിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഭരണത്തിലുള്ള ഈ പ്രദേശം മുഴുവനും തങ്ങളുടേതാണെന്നാണ് ചൈനയുടെ അവകാശവാദം. ചൈന ഇതിനെ സാങ്നാൻ അഥവാ തെക്കൻ ടിബറ്റ് എന്നാണ് വിളിക്കുന്നത്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്നാണ് ന്യൂഡൽഹിയുടെ നിലപാട്. എന്തുകൊണ്ടാണ് അരുണാചൽ ചൈനയ്ക്ക് ഇത്ര പ്രധാനമാകുന്നത്? ഈ തർക്കത്തിന്റെ വേരുകൾ എവിടെയാണ്? ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം പോകേണ്ടത് 1914 സിംല കൺവെൻഷനിലേക്കാണ്. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ, ടിബറ്റ്, ചൈന എന്നീ 3 പക്ഷങ്ങൾ അതിർത്തി സംബന്ധിച്ച് ചർച്ച നടത്തി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി സർ ഹെൻറി മക്മഹൺ കിഴക്കൻ ഹിമാലയത്തിലെ അതിർത്തി നിർവചിക്കുന്ന ഒരു രേഖ മുന്നോട്ട് വെച്ചു. പിന്നീട് ഇത് മക്മഹൺ രേഖ എന്നറിയപ്പെട്ടു. ടിബറ്റും ബ്രിട്ടീഷ് ഇന്ത്യയും ഈ ധാരണ അംഗീകരിച്ചു. എന്നാൽ ചൈനീസ് പ്രതിനിധി അന്തിമ കരാറിൽ ഒപ്പുവെച്ചില്ല. ഇവിടെയാണ് ഇന്ത്യയുടെയും ചൈനയുടെയും ചരിത്ര വ്യാഖ്യാനങ്ങൾ രണ്ടായി പിരിയുന്നത്. അന്നത്തെ ടിബറ്റിന് കരാറിൽ ഏർപ്പെടാനുള്ള അധികാരമുണ്ടായിരുന്നു. അതിനാൽ മക്മഹൺ ലൈൻ സാധുവായ അതിർത്തിയാണ് എന്നാണ് ഇന്ത്യയുടെ വാദം. ടിബറ്റ് ചൈനയുടെ ഭാഗമായതിനാൽ ടിബറ്റും ബ്രിട്ടീഷ് ഇന്ത്യയും തമ്മിലുള്ള കരാർ തങ്ങളെ ബാധിക്കില്ലെന്ന നിലപാടായിരുന്നു ചൈനയ്ക്ക്. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിൽ ടിബറ്റിന് പ്രധാന സ്ഥാനമുണ്ട്. 1949 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വിജയിച്ച് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിക്കപ്പെട്ടു. 1950 ചൈനീസ് സേന ടിബറ്റിലേക്ക് പ്രവേശിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ടിബറ്റിന്മേലുള്ള ബെയ്ജിങ്ങിന്റെ നിയന്ത്രണം ശക്തമായി. മുമ്പ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ഇടനില പ്രദേശമായി നിലകൊണ്ടിരുന്ന ടിബറ്റ് ചൈനീസ് നിയന്ത്രണത്തിലായതോടെ ഇന്ത്യയും ചൈനയും ഹിമാലയത്തിൽ നേർക്കുനേറെത്തി. ടിബറ്റൻ പീഠഭൂമിയുടെ തെക്കൻ അതിർത്തിയിലാണ് അരുണാചൽ. അതിനാൽ തന്നെ ടിബറ്റിന്റെ സുരക്ഷയും അരുണാചലിന്റെ ഭൂമിശാസ്ത്രവും ചൈനയുടെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അരുണാചലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊന്നാണ് തവാങ്. ടിബറ്റൻ ബുദ്ധമതത്തിലെ പ്രധാന കേന്ദ്രമാണ് തവാങ് മഠം. 6ാമത്തെ ദലൈലാമയുമായി ബന്ധപ്പെട്ട ചരിത്രവും തവാങ്ങിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ ചരിത്രപരവും മതപരവുമായ ബന്ധങ്ങളാണ് ചൈനയുടെ അവകാശവാദത്തിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇന്ത്യക്ക് തവാങ് അതിലും വലിയ വിഷയമാണ്. ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് ഹിമാലയത്തിന്റെ തെക്കൻ ചരിവുകളിലേക്കുള്ള പ്രധാന പാതകൾക്ക് സമീപമാണ് ഈ പ്രദേശം. ഭൂട്ടാന്റെ സമീപത്താണെന്നതും തവാങ്ങിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ തവാങ് മതപരമായും ചരിത്രപരമായും സൈനികമായും നിർണായകമാണ്. 1950കളുടെ തുടക്കത്തിൽ ഇന്ത്യയും ചൈനയും സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു. ഹിന്ദി ചീനി ഭായി ഭായി എന്ന മുദ്രാവാക്യം ആ കാലഘട്ടത്തിന്റെ പ്രതീകമായി. 1954 പഞ്ചശീല തത്വങ്ങളും മുന്നോട്ട് വന്നു. പക്ഷേ അതിർത്തി പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. പടിഞ്ഞാറൻ മേഖലയിൽ അക്സായ് ചിൻ വഴി ഷിൻജിയാങ്ങിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് ചൈന നിർമ്മിച്ചു. ഇന്ത്യ അതിനെ സുരക്ഷാ പ്രശ്നമായി കണ്ടു. 1959 ടിബറ്റൻ കലാപവും ദലൈലാമ ഇന്ത്യയിലെത്തിയതും ബന്ധം കൂടുതൽ വഷളാക്കി. അതിർത്തിയിൽ സൈനിക സാന്നിധ്യം വർദ്ധിച്ചു. 1962 ഒക്ടോബറിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. കിഴക്കൻ മേഖലയിൽ ചൈനീസ് സേന മക്മഹൺ ലൈനിന് അപ്പുറം തെക്കോട്ട് മുന്നേറി. ഇന്ത്യൻ സേനയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ടു. എന്നാൽ പിന്നീട് ചൈന ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും കിഴക്കൻ മേഖലയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പടിഞ്ഞാറൻ മേഖലയിൽ അക്സായ് ചിൻ ചൈനീസ് നിയന്ത്രണത്തിൽ തുടർന്നു. യുദ്ധം അവസാനിച്ചു. പക്ഷേ അതിർത്തി തർക്കം അവസാനിച്ചില്ല. ഇവിടെയാണ് മറ്റൊരു പ്രധാന പദം വരുന്നത്, LAC അഥവാ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. LAC അന്താരാഷ്ട്രമായി അംഗീകരിച്ച അന്തിമ അതിർത്തിയല്ല. ഇരു രാജ്യങ്ങളും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളെ വേർതിരിക്കുന്നതായി കരുതപ്പെടുന്ന രേഖയാണിത്. ഇന്ത്യൻ സർക്കാർ കണക്ക് പ്രകാരം ഇന്ത്യ ചൈന അതിർത്തിയുടെ ആകെ ദൈർഘ്യം ഏകദേശം 3488 കിലോമീറ്ററാണ്. LACയുടെ പല ഭാഗങ്ങളിലും ഇന്ത്യക്കും ചൈനയ്ക്കും ഒരേ ധാരണയല്ല. അതുകൊണ്ടാണ് പെട്രോളിംഗ് സംഘങ്ങൾ പലപ്പോഴും നേർക്കുനേർ വരുന്നത്. 1962 ശേഷം പതിറ്റാണ്ടുകളോളം അതിർത്തി പ്രശ്നം തുടർന്നു. 1988 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചൈന സന്ദർശനത്തോടെ ബന്ധം മെച്ചപ്പെടുത്താനുള്ള പുതിയ ഘട്ടം ആരംഭിച്ചു. അതിർത്തി പ്രശ്നം ഉടൻ പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ അതിർത്തിയിൽ സമാധാനം നിലനിർത്തുകയും മറ്റ് മേഖലകളിലെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതായിരുന്നു പുതിയ സമീപനം. 1993 LACക്ക് സമീപം സമാധാനവും ശാന്തിയും നിലനിർത്താനുള്ള കരാർ ഒപ്പുവെച്ചു.
1996 സൈനിക മേഖലയിൽ വിശ്വാസ നിർമ്മാണ നടപടികൾ ആരംഭിച്ചു. 2013 അതിർത്തി പ്രതിരോധ സഹകരണ കരാർ, അങ്ങനെ നിരവധി കരാറുകൾ ഉണ്ടായി. പക്ഷേ ഇവയുടെ ലക്ഷ്യം അതിർത്തി തർക്കം ഉടൻ അവസാനിപ്പിക്കുക എന്നതിലുപരി തർക്കം യുദ്ധത്തിലേക്ക് മാറുന്നത് തടയുക എന്നതായിരുന്നു. 2017 ഡോക്ലാം പ്രതിസന്ധി മറ്റൊരു മുന്നറിയിപ്പായിരുന്നു. ഭൂട്ടാൻ, ചൈന, ഇന്ത്യ അതിർത്തിക്ക് സമീപമുള്ള പ്രദേശത്ത് ഇന്ത്യൻ ചൈനീസ് സൈനികർ ആഴ്ചകളോളം നേർക്കുനേർ നിന്നു. ഹിമാലയത്തിലെ ഒരു ചെറിയ റോഡിന് പോലും എത്ര വലിയ തന്ത്രപ്രാധാന്യമുണ്ടാകാമെന്ന് ഡോക്ലാം കാണിച്ചു തന്നു. 2020 ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ഇരു സേനകളും ഏറ്റുമുട്ടി. ഇന്ത്യയുടെ 20 സൈനികരും ചൈനയുടെ 4 സൈനികരും കൊല്ലപ്പെട്ടതായി ഇരു രാജ്യങ്ങളുടെയും ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. 1962 ശേഷം ഇന്ത്യ ചൈന അതിർത്തിയിലെ ഏറ്റവും ഗുരുതരമായ രക്തച്ചൊരിച്ചിലായിരുന്നു ഇത്. അതിനുശേഷം LACയിൽ ഇരുവശവും വൻതോതിൽ സൈനിക വിന്യാസം നടത്തി. 2022 ഡിസംബറിൽ തവാങ് മേഖലയിൽ LACയിൽ ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ സംഘർഷമുണ്ടായി. സംഭവം വലിയ യുദ്ധത്തിലേക്ക് നീങ്ങിയില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമായി, ലഡാക്ക് മാത്രമല്ല അരുണാചലും അതീവ സെൻസിറ്റീവാണ്. ഇന്ത്യ തവാങ് ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയിൽ സൈനിക സജ്ജീകരണങ്ങളും നിരീക്ഷണവും അടിസ്ഥാന സൗകര്യ വികസനവും കൂടുതൽ ശക്തമാക്കി. അരുണാചലിലെ സ്ഥലങ്ങൾക്ക് ചൈന പുതിയ പേരുകൾ നൽകുന്നതും ഇപ്പോൾ തർക്കത്തിന്റെ സ്ഥിരം ഭാഗമാണ്. 2017 മുതൽ പല ഘട്ടങ്ങളിലായി ചൈന അരുണാചലിലെ സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരുകൾ പ്രഖ്യാപിച്ചു. 2025 27 സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ പ്രഖ്യാപിച്ചു. 2026 ഏപ്രിലിൽ 6ാം ഘട്ട സ്ഥലനാമങ്ങളും ചൈന പ്രഖ്യാപിച്ചു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ പ്രദേശത്തെ സാങ്നാൻ എന്ന് വിളിക്കുകയും അത് ചൈനയുടെ പ്രദേശമാണെന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യ ഈ നടപടികളെ അംഗീകരിക്കുന്നില്ല. ഇന്ത്യയിലെ അതിർത്തിയിൽ റോഡുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ, ടെലികോം സൗകര്യങ്ങൾ, അതിർത്തി ഗ്രാമങ്ങളുടെ വികസനം എന്നിവ മെച്ചപ്പെടുത്തുകയാണ്. ഇതിന്റെ പ്രധാന ഭാഗമാണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം. വടക്കൻ അതിർത്തിയോട് ചേർന്ന 662 ഗ്രാമങ്ങളാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. അരുണാചൽ പ്രദേശിലെ 11 ജില്ലകളിലെ 28 അതിർത്തി ബ്ലോക്കുകളും പദ്ധതിയുടെ ഭാഗമാണ്. സേല ടണൽ പോലുള്ള പദ്ധതികൾ തവാങ് മേഖലയിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നു. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഇത് വികസനവും അതിർത്തി ഭരണവും ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ്. ഇത്തരം വികസനങ്ങൾ അതിർത്തിയിലെ തൽസ്ഥിതി മാറ്റാനുള്ള ശ്രമങ്ങളായാണ് ചൈന കണക്കാക്കുന്നത്. 2020 ഗാൽവാൻ പ്രതിസന്ധിക്ക് ശേഷം ബന്ധം ഏറ്റവും മോശം നിലയിലെത്തി. എന്നാൽ 2024 ഒക്ടോബറിൽ ഡെപ്സാങ്, ഡെംചോക്ക് മേഖലകളിലെ പെട്രോളിംഗ് സംബന്ധിച്ച് ഇന്ത്യയും ചൈനയും ധാരണയിലെത്തി. തുടർന്ന് ഉന്നതതല നയതന്ത്ര ബന്ധവും പുനരാരംഭിച്ചു. ഇതോടെ വിമാന സർവീസുകൾ, വിസ നടപടികൾ, കൈലാസ് മാനസരോവർ തീർത്ഥാടനം തുടങ്ങിയ മേഖലകളിലും ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളും മുന്നോട്ടു പോയി. 2025 ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ സജീവമായി. 2025 ഓഗസ്റ്റിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ചർച്ചകൾ നടന്നു. അതിർത്തി വിഷയത്തിൽ പ്രത്യേക പ്രതിനിധി തലത്തിലുള്ള സംഭാഷണവും തുടർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുകയും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തുകയും ചെയ്തു. ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തുടരുന്നതിനിടെ 2026 ജൂണിൽ അരുണാചൽ പ്രദേശിലെ അപ്പർ സുബൻസിരി ജില്ലയിലെ തക്സിംഗ് മേഖലയ്ക്ക് സമീപം ചൈനീസ് സൈനിക സാന്നിധ്യം വർദ്ധിച്ചതായി പ്രാദേശിക സംഘടനകൾ ആരോപിച്ചു. ചില റിപ്പോർട്ടുകളിൽ ചൈനീസ് സൈനിക ക്യാമ്പുകളും അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപിച്ചതായി അവകാശപ്പെട്ടു. എന്നാൽ ഇന്ത്യൻ സൈന്യം ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് വ്യക്തമാക്കി. അതിർത്തിയിൽ പൊതുവെ സ്ഥിരതയാണെന്ന് ചൈനയും വ്യക്തമാക്കി. അപ്പോൾ ചൈന എന്തുകൊണ്ടാണ് അരുണാചൽ പ്രദേശിന്മേലുള്ള അവകാശവാദം തുടരുന്നത്? ഒന്നാമത്തെ കാരണം ടിബറ്റാണ്. അരുണാചൽ ടിബറ്റിന്റെ ചരിത്രപരമായ ഭാഗമാണെന്ന വ്യാഖ്യാനമാണ് ചൈന മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത്തേത് മക്മഹൺ ലൈൻ. 1914 അതിർത്തി ധാരണ ചൈന അംഗീകരിക്കുന്നില്ല. മൂന്നാമത്തേത് തവാങ്, ടിബറ്റൻ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ പ്രാധാന്യം. നാലാമത് തന്ത്രപ്രധാന ഭൂമിശാസ്ത്രം. ടിബറ്റൻ പീഠഭൂമിയുടെ തെക്കൻ അതിർത്തിയിലുള്ള അരുണാചൽ ചൈനയുടെ സുരക്ഷാ കണക്കുകൂട്ടലുകളിൽ നിർണായകമാണ്. അഞ്ചാമത് ദേശീയതയും പരമാധികാരവും. അതിർത്തി അവകാശവാദങ്ങൾ ചൈനയുടെ പ്രാദേശിക അഖണ്ഡതയെക്കുറിച്ചുള്ള രാഷ്ട്രീയ നിലപാടുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യക്ക് അരുണാചൽ ഒരു അതിർത്തി സംസ്ഥാനം മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനാപരമായ സംവിധാനത്തിന്റെ ഭാഗമായ ഒരു പൂർണ്ണ സംസ്ഥാനമാണിത്.
വടക്കുകിഴക്കൻ ഇന്ത്യയുടെ സുരക്ഷാ ഘടനയിൽ നിർണായക സ്ഥാനമാണ് അരുണാചലിനുള്ളത്. പടിഞ്ഞാറൻ ഭൂട്ടാന്റെ സമീപസ്ഥിതി, വടക്ക് ടിബറ്റ്, തെക്ക് ബ്രഹ്മപുത്ര താഴ്വര, ഈ ഭൂമിശാസ്ത്രം തന്നെ അരുണാചലിനെ തന്ത്രപരമായി പ്രധാനപ്പെട്ടതാക്കുന്നു. ടിബറ്റ് യാർലുങ് സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഇന്ത്യയിൽ ബ്രഹ്മപുത്രയായി ഒഴുകുന്നു. ടിബറ്റിലെ വലിയ ജലവൈദ്യുത പദ്ധതികളും നദിയുടെ ഒഴുക്കുമായി ബന്ധപ്പെട്ട ചൈനീസ് പദ്ധതികളും ഇന്ത്യക്ക് ദീർഘകാല ആശങ്കയാണ്. 2024 ശേഷം ലഡാക്കിലെ സംഘർഷം കുറയ്ക്കാനും ബന്ധം സാധാരണ നിലയിലാക്കാനും ഇന്ത്യയും ചൈനയും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അരുണാചലിനെ കുറിച്ചുള്ള ചൈനയുടെ അവകാശവാദം മാറ്റമില്ലാതെ തുടരുകയാണ്. 2026 ചൈന പുതിയ സ്ഥലനാമങ്ങൾ പ്രഖ്യാപിച്ച് അതേ അവകാശവാദം ആവർത്തിച്ചു. ഇന്ത്യയും അതിന് മറുപടിയായി അരുണാചൽ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുന്നു.